ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാക്കിയിട്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസിലെ ഫ്രാക്ഷൻസ് കഴിഞ്ഞു. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഫ്രാക്ഷൻ ഇൻറ്റു ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ ആൻഡ് ഹോൾ നമ്പർ, മിക്സഡ് ഫ്രാക്ഷൻ, അതിൻ്റെ ഡിവിഷൻ പഠിച്ചു. ഇനി നമ്മൾ ഡെസിമലിലേക്ക് പോവുകയാണ്. ഡെസിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോയിന്റ് ഉള്ളത്. പോയിന്റിൻ്റെ, അതായത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ പോയിന്റുള്ള സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒക്കെ പഠിക്കും. സിമ്പിളായിട്ടുള്ളതാണ് നമുക്ക്. അപ്പോൾ ആദ്യം ഒന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം നോക്കിക്കോണേ, 1.2 into 2.5. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഇതിൻ്റെ പോയിന്റ് പ്ലേസ് എടുക്കത്തില്ല, ഡെസിമൽ പ്ലേസ് എടുക്കാതെ നമ്പർ മാത്രം എടുത്താൽ മൾട്ടിപ്ലൈ ആദ്യം. 1.2 into 2.5 എന്നതിനെ ഞാൻ 1.2 എന്ന് 12 ഡെസിമൽ പ്ലേസ് ഇല്ലാതെ, അതായത് 2.5 25 എന്ന് എടുത്തു. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത മക്കളെ, 25ഉം 12ഉം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇത് മാത്രം ഒന്ന് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയത്തില്ല, ഇത് വെറുതെ ചെയ്യണം. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണേ. 5 അപ്പൊ ആൻസർ എത്ര കിട്ടി മക്കളെ? 300 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതല്ലല്ലോ വേണ്ടത്, നമുക്ക് ഡെസിമൽ പ്ലേസ് വേണ്ടേ. അപ്പൊ അത് എത്രയാണ്? 1.2 into 2.5 ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ 300 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നോക്കണം. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കണം. നമ്മുടെ ക്വസ്റ്റ്യനില് 1.2 ഇപ്പൊ 2 എണ്ണമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിലെ പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ എത്ര പ്ലേസ് ഉണ്ട്? പോയിന്റിന് ശേഷം റൈറ്റ് സൈഡിൽ എത്ര പ്ലേസ് ഉണ്ട്? 1. ഈ രണ്ടാമത്തേതിനും പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ എത്ര പ്ലേസ് ഉണ്ട്? റൈറ്റ് സൈഡ് കേട്ടോ. അപ്പൊ 1 + 1 എത്ര പ്ലേസ് ഉണ്ട്? ടോട്ടൽ 2 പ്ലേസ് ഉണ്ട്. ആ 2 പ്ലേസ് ഓർക്കുക, നമ്മുടെ ക്വസ്റ്റ്യന്റെ പോയിന്റിന് ശേഷം റൈറ്റ് സൈഡിലുള്ള പ്ലേസ് ആണ് എണ്ണുന്നത്. അപ്പൊ ഇവിടെ 1, ഇവിടെയും 1, 2. നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, എത്ര നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ? 300. ആ 300ന്റെ റൈറ്റ് സൈഡിൽ, അപ്പൊ ഇങ്ങനെ നിന്നാ നോക്കുന്നത്, ഇങ്ങനെ നിന്നിട്ടല്ല, ഇങ്ങനെ നിന്നിട്ട് റൈറ്റ് സൈഡല്ല നോക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കില്ല, ആൻസറിലേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എത്ര പ്ലേസ് എണ്ണണം? ടോട്ടൽ 2 പ്ലേസ് എണ്ണുവാണേ. 1 2 ഇത് പോയിന്റ് കൊടുക്കണം. 3.00. നമുക്കറിയാം പോയിന്റിന് ശേഷം 0 മാത്രമാണ് വരുന്നതെങ്കിൽ അതിന് വാല്യൂ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ആൻസർ വേണമെങ്കിൽ 3 എന്ന് എഴുതാം. 3.00 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, 3. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ കിട്ടി 3. അതേപോലെ അടുത്തത് എത്രയാണ്? 1.5 into 1.6. അപ്പൊ നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന ഏതിനെയാണ് മക്കളെ? 15നെയും 16നെയും. ഇത് കൂടെ ഒന്ന് ചെയ്ത് കാണിക്കട്ടെ. 16ഉം 15ഉം. 240. അപ്പൊ ആൻസർ എത്ര കിട്ടി? 240. നമുക്ക് വേണ്ടത് 1.5ഉം 1.6ഉം ആണ്. പോയിന്റ് മാറ്റാൻ വരട്ടെ. ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യനില് 1.5. അപ്പൊ പോയിന്റിന് ശേഷം എത്ര ഡെസിമൽസ് ഉണ്ട്? പ്ലേസ് ഉണ്ട്? 1. ഇവിടെ പോയിന്റിന് ശേഷം എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1. അപ്പൊ 1 + 1 എത്ര? ടോട്ടൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് മക്കളെ? 2 ഡെസിമൽ പ്ലേസ്. അപ്പൊ 2 പ്ലേസ് നമ്മൾ എവിടെ നിന്ന് മാറ്റും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. 1 2. അപ്പൊ ആൻസർ എത്ര കിട്ടി? 2.40. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പോയിന്റിന് ശേഷം റൈറ്റ് മോസ്റ്റ് സൈഡില് 0 കിടക്കണം, നമുക്കത് ഇഗ്നോർ ചെയ്യാം. അപ്പം ഈ ആൻസറിനെ നമുക്ക് 2.4 എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം പോയിന്റ് 4 കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 0 കിടക്കുന്നു. ഇപ്പോൾ പോയിന്റിന് ശേഷം അറ്റത്തായിട്ട് 0 കിടന്ന അതിന് വിലയില്ല. അങ്ങനെ എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആൻസർ എത്രയാണ്? 2.4. എളുപ്പമല്ലേ മക്കളെ? ആ പോയിന്റ് എഴുതാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തത് എഴുതാൻ പോവാണ്. എന്നാൽ ഇവിടെ തന്നെ എഴുതാൻ പോവാം. 2.4 into 4.2. അപ്പൊ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏതിനെയായിരിക്കും? 24ഉം 42ഉം കൂടെ വേണം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. ആൻസർ ഞാൻ അങ്ങ് എഴുതുക കേട്ടോ. 1008 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ആ ആൻസർ ഞാൻ ഇവിടോട്ട് അങ്ങ് എഴുതുക. ഒത്തിരി എഴുതണ്ടല്ലോ. 1008. പോയിന്റ് മാറ്റാൻ പോവാണേ. ഇവിടെ നോക്കിയാൽ പോയിന്റ് കഴിഞ്ഞ എത്ര പ്ലേസ്? 1 പ്ലേസ്. ഇവിടെയും പോയിന്റിന് ശേഷം 1 പ്ലേസ്. അപ്പൊ 1 + 1 എത്ര? ടോട്ടൽ എത്ര പ്ലേസ് ആണ്? 2 പ്ലേസ്. നമ്മൾ എവിടുന്ന് മാറ്റും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. 1 2. അപ്പൊ പോയിന്റ് എവിടെ വരും മക്കളെ? 10.08. അപ്പൊ നിങ്ങൾ വിചാരിക്കല്ലേ പോയിന്റ് കഴിഞ്ഞ 0 കിടക്കുന്നല്ലോ, അത് എഴുതണോന്ന്? അത് എഴുതണം. കാരണം അതിനിപ്പോ വിലയുണ്ട്. കാരണം അത് കഴിഞ്ഞൊരു നമ്പർ കിടപ്പുണ്ട്, 8 കിടപ്പുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് ഇവിടെ 0യ്ക്ക്
വിലയുണ്ട്. ഇവിടെ 8 ഇല്ലായിരുന്നെങ്കിൽ ഈ 0 എഴുതേണ്ട ആവശ്യം ഇല്ല. പോയിന്റ് കഴിഞ്ഞ് 0യ്ക്ക് ശേഷം നമ്പേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ ഈ 0യ്ക്ക് വാല്യൂ ഉണ്ട്. ഓക്കെ, അടുത്തത് 2.5 ഇൻറ്റു 1.25. അപ്പം നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യും? 25ഉം 125ഉം കൂടെ ആയിരിക്കും കണ്ടോ. അപ്പോൾ ഡെസിമൽ ഇല്ലാതെ 2.5നെ 25 എന്ന് എഴുതും, 1.25നെ 125 എന്ന് എഴുതും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 3125 ആണ് ആൻസർ കിട്ടുന്നത്. 3125. ഞാൻ അതിലോട്ട് ഒന്ന് എഴുതട്ടെ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസ്? ഇവിടെ 1 പ്ലേസ്. ഇവിടെ ഡെസിമലിന് ശേഷം എത്ര പ്ലേസ് ഉണ്ട്? 1 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ 1 + 2 എത്ര? ടോട്ടൽ എത്ര പ്ലേസ് നമ്മൾ മാറ്റണം? 3. നോക്കിയാ, റൈറ്റിൽ നിന്ന് മാറ്റുക. റൈറ്റിൽ നിന്ന് 3 പ്ലേസ്. 1 2 3. ആൻസർ എത്രയാണ് മക്കളെ? 3.125. അടുത്ത് തന്നെയാണ് 2.7 ഇൻറ്റു 1.35. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് 27 ഇൻറ്റു 135 ആണ്. അതിൻ്റെ ആൻസർ 3645. 3645. അത് ഞാൻ ഇവിടെ നിന്ന് എടുത്തെഴുതുവാണ്. 3645. ഇവിടെ നോക്കിയേ, പോയിന്റിന് ശേഷം ഡെസിമലിന് ശേഷം 1 പ്ലേസ്. ഇവിടെ ഡെസിമലിന് ശേഷം 2 പ്ലേസ്. 1 + 2 ടോട്ടൽ. അപ്പോൾ എത്ര പ്ലേസ് ഉണ്ട്? 3 പ്ലേസ് ഉണ്ട്. 3 പ്ലേസ് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് 1 2 3 കണ്ടോ, ലെഫ്റ്റോട്ട് മാറ്റി. ആൻസർ എത്രയാണ്? 3.645. നിങ്ങൾ എപ്പോഴും നോക്കണം, പോയിന്റിന് ശേഷം നമ്മൾ 3.645 എന്ന് പറയരുത് കേട്ടോ. പോയിന്റ് ഇട്ടതിന് ശേഷം നമുക്ക് നമ്പേഴ്സ് എടുത്തെടുത്ത് പറയാനേ അവകാശമുള്ളൂ. അപ്പം എങ്ങനെ പറയും? 3.6. മിക്ക കുഞ്ഞുങ്ങളും പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ പഠിപ്പിക്കുന്നവരൊക്കെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ആൻസർ മിസ് 3.645. അങ്ങനെ പറയരുത്. 3.645. പോയിന്റിന് ശേഷം നമ്പേഴ്സ് എടുത്തെടുത്ത് പറയണം. ഓക്കെ, അടുത്ത് നോക്കിയേ, 2.7 ഇൻറ്റു 4. അപ്പോൾ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 27 ഇൻറ്റു 4. ഇവിടെ നോക്കാം, ഇത് ഡെസിമൽ പ്ലേസ്. ഇവിടെ ഡെസിമൽ പ്ലേസ് ഇല്ല, ഇത് വെറും നമ്പർ മാത്രമേ ഉള്ളൂ. 4 ഒരു ഹോൾ നമ്പറാണ്. 2.7. അപ്പോൾ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 27 ഇൻറ്റു 4. ആൻസർ എത്രയാണെന്ന് അറിയാവോ? 108. അപ്പോൾ ആൻസറിലോട്ട് എഴുതി 108. ഇവിടെ പോയിന്റിന് ശേഷം എത്ര പ്ലേസ് ഉണ്ട്? റൈറ്റ് സൈഡിൽ 1 പ്ലേസ്. ഇവിടെ നമുക്ക് പോയിന്റ് ഒന്നും ഇല്ല, ഡെസിമൽ ഇല്ല. അപ്പോൾ അവിടെ എണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ 1 പ്ലേസ്. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എണ്ണും. അപ്പോൾ ആൻസർ എത്രയാണ് മക്കളെ? 10.8. അപ്പോൾ അത്രയും നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കൂടെ നോക്കാം. ഓക്കെ, അടുത്ത തന്നെയാണ് 1.8 ഇൻറ്റു 1.2 എന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 18 ഇൻറ്റു 12 ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൻസർ 260. ഞാൻ ഇത് മൾട്ടിപ്ലൈ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുവാണ്. നിങ്ങളിത് ഓർക്കരുത്, സമയമില്ല. നമ്മൾ ചെയ്യാൻ നിന്ന് സമയം കിട്ടുന്നില്ല മക്കൾ. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത്, അപ്പോൾ നമ്മൾ ആൻസറിലോട്ട് എഴുതി 260. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ പോയിന്റിന് ശേഷം എത്ര ഡെസിമൽ പ്ലേസ്? ഇവിടെ 1. ഇവിടെ പോയിന്റിന് ശേഷം എത്ര ഡെസിമൽ പ്ലേസ്? പോയിന്റ് കഴിഞ്ഞ് 1. അപ്പോൾ ടോട്ടൽ എത്ര പ്ലേസ് നമുക്ക് മാറ്റണം? 2 പ്ലേസ്. അത് എവിടുന്ന് മാറ്റും? റൈറ്റിൽ നിന്ന് 1 2 ലെഫ്റ്റിലോട്ട്. ആൻസർ എത്രയാ? 2.16. മനസ്സിലായില്ലേ? ഇപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പം നമുക്കുണ്ടല്ലോ, നമ്മൾ എക്സസൈസ് ചെയ്തില്ലേ, അപ്പം നിങ്ങൾക്ക് എളുപ്പമാകും. ഒക്കെ മക്കളെ, അടുത്തത് എത്രയാണ് ഇനി ചെയ്യുന്നത്? 2.3ക്ക് നമ്മൾ എന്താ എഴുതും? 23. 4.35 നമ്മൾ തന്നെ എഴുതും 435. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10,005 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അതായത് 10,005 എന്ന ആൻസർ. ഓക്കെ, അത് ഇങ്ങോട്ട് എഴുതട്ടെ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസ്? 1 പ്ലേസ്. ഇവിടെ ഡെസിമലിന് ശേഷം എത്ര പ്ലേസ്? 1 2 പ്ലേസ്. അപ്പോൾ 1 + 2 എത്ര പ്ലേസ് നമ്മൾ മാറ്റണം? 3 മാറ്റിക്കോ. റൈറ്റിൽ നിന്ന് 1 2 3 ലെഫ്റ്റിലോട്ട്. അപ്പോൾ ആൻസർ എത്രയാ? 10.005. ഇവിടെ ഈ 00 ഒക്കെ വേണം. പോയിന്റ് കഴിഞ്ഞ് 00 ഉണ്ട്, കാരണം അതിൻ്റെ ഏറ്റവും അറ്റത്ത് 5 കിടപ്പുണ്ട്. അപ്പോൾ ആ 0യ്ക്കൊക്കെ വിലയുണ്ട്. ഓക്കെ, അടുത്തത് 0.2 ഇൻറ്റു 0.3. നമുക്കിവിടെ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ് മാത്രം എടുക്കുമ്പോൾ എന്നാ വരും? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതായിരുന്നു 02 03. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ നമ്പേഴ്സ് ഏതാണ്? നമ്മുടെ 2ഉം 3ഉം ആണ്. 0.2, അതായത് 02 നമുക്കൊരു നമ്പർ ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ 2 എടുത്താൽ മതി. 3 2 ഇൻറ്റു 3 എത്രയാണ് മക്കളെ? 6. ആൻസർ 6. ഇതിന് പോയിന്റ് ഇടണം, കഴിഞ്ഞിട്ടില്ല.
ഓക്കെ, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ എത്രയാണ്? 1 പ്ലേസ്. ഇവിടെ ഡെസിമലിന് ശേഷം റൈറ്റ് സൈഡ് നോക്കണം. 1 പ്ലേസ്. അപ്പൊ 1 + 1 എത്ര? ടോട്ടൽ എത്ര പ്ലേസ് മാറ്റണം? 2 പ്ലേസ് മാറ്റണം. എവിടുന്ന്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. റൈറ്റിൽ നിന്ന് എണ്ണുവാണ് 1. അയ്യോ, ഒറ്റ പ്ലേസേ ഉള്ളൂ. ഞാനപ്പോൾ മറ്റേ പ്ലേസ് എവിടെ നിന്ന് എടുക്കും? എനിക്ക് 2 പ്ലേസ് മാറ്റുകയും വേണം. 2 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റുകയും വേണം. നമുക്ക് അങ്ങനെ മാറ്റാൻ പ്ലേസ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഉടനെ എന്നായിട്ട് കൊടുക്കും? 0 ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു പ്ലേസ് മാറ്റാൻ 6 ഉണ്ട്, 1 മാറ്റി. രണ്ടാമത്തെ പ്ലേസ് മാറ്റാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ 0 കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്ത് പോയിന്റ് കൊടുക്കും. മനസ്സിലായോ? ആൻസർ എനിക്ക് 6 ആണ് കിട്ടിയത്. ഞാൻ നോക്കുമ്പോൾ എനിക്കിവിടെ 2 പ്ലേസ് മാറ്റണം. നമ്മൾ മാറ്റാൻ വന്നപ്പോൾ എനിക്ക് ഒറ്റ പ്ലേസേ ഉള്ളൂ മാറ്റണം. ഒരു സംഖ്യ 6 എന്ന് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ പ്ലേസ് ഇല്ലെങ്കിൽ അവിടെ എന്നാ കൊടുക്കും മക്കളെ? അപ്പോൾ 1 2. അപ്പോൾ എവിടെയാ കൊടുക്കണം? നമ്മൾ ലെഫ്റ്റിലോട്ട് അല്ലേ പോകുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലല്ല പോയിട്ട് 0 ഇട്ട് കൊടുക്കണ്ടേ? ഇങ്ങോട്ടല്ല ഈ പ്ലേസിൽ നമ്മൾ ഇങ്ങോട്ട് 0 കൊടുക്കും? ഇല്ല, നമ്മൾ എണ്ണുന്നത് ലെഫ്റ്റിലോട്ടാണ്. അപ്പം ലെഫ്റ്റിലോട്ടാണ് പോയിട്ട് കൊടുക്കണ്ടേ, 0 കൊടുക്കണ്ടേ. അപ്പോൾ 1 ഇവിടെ ഉണ്ട്, 2 പ്ലേസ് മാറ്റാനില്ലാത്ത കാരണം അവിടെ 0 കൊടുത്തു. അതിന് ശേഷം നമ്മുടെ പോയിന്റ് കൊടുത്തു. ഇങ്ങനെ പോയിന്റ് ഒറ്റയായിട്ട് ഇടത്തില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. ഉടനെ എന്നാ കൊടുക്കണം? അതിൻ്റെ ഇപ്പുറത്ത് ഒരു 0 കൊടുക്കണം. പോയിന്റ് ഇപ്പുറത്ത് സംഖ്യകളൊന്നും ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾ 0 കൊടുക്കണം. 0.06 എന്നാണ് ഇത് വായിക്കുന്നത്. മനസ്സിലായോ? ഇതുപോലത്തെ കുറേ എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കും. അങ്ങനെയുള്ള അടുത്ത് നോക്കിയേ, 0.1 × 0.1. അപ്പോൾ നമ്മൾ നമ്പർ മാത്രം എടുക്കുമ്പോൾ, പോയിന്റ് ഇല്ലാതെ നമ്പർ മാത്രം എടുക്കുമ്പോൾ 1 × 1. ആൻസർ എത്ര മക്കളെ? 1 തന്നെ. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര പ്ലേസ്? 1 പ്ലേസ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസ്? 1 പ്ലേസ്. അപ്പോൾ 1 + 1 എത്ര പ്ലേസ് മാറ്റണം? 2 പ്ലേസ് മാറ്റാനുണ്ട്. ഞാൻ തപ്പി വന്നപ്പോൾ എനിക്ക് എത്ര പ്ലേസേ ഉള്ളൂ ഇവിടെ? ഇവിടെ ഒറ്റ പ്ലേസേ ഉള്ളൂ. അപ്പൊ എങ്ങോട്ട് നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. 2 പ്ലേസ് മാറ്റിയ തന്നെയാണ്. അപ്പം എണ്ണിക്കോ? 1. രണ്ടാമത്തെ പ്ലേസ് മാറ്റാനില്ല, അവൾക്ക് 0 കൊടുത്തു. 2 പ്ലേസ് മാറ്റി കഴിഞ്ഞുകൊണ്ട് നമ്മൾ പോയിന്റ് കൊടുക്കും. അപ്പൊ ഇവിടെ പോയിന്റ് മാത്രമായിട്ട് ഇങ്ങനെ ഇടരുത്. ഇതിൻ്റെ അപ്പുറം 0.0. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മുടെ ഡെസിമൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ. കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം സിമ്പിളായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക. എന്താണ്? ഡെസിമൽസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വരുവാണെങ്കിൽ ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നിൻ്റെ ക്വസ്റ്റ്യൻ എത്രയുണ്ട്, ടോട്ടൽ ഡെസിമൽ പ്ലേസ് എത്രയുണ്ടെന്ന് എണ്ണിയെടുക്കണം. രണ്ടിൻ്റെയും കൂടെ. അത് എവിടുന്ന് എണ്ണിയെടുക്കണ്ടേ? പോയിന്റിന് ശേഷം റൈറ്റ് സൈഡിലുള്ളത് എണ്ണണ്ടേ. മനസ്സിലായോ? റൈറ്റ് സൈഡിൽ എത്ര പ്ലേസ് കിടപ്പുണ്ട് അത് എണ്ണണം. ആൻസറിൽ എന്നിട്ട് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അത്രയും പ്ലേസ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അത്രയും പ്ലേസ് മാറ്റണം. മാറ്റാനില്ലെങ്കിൽ 0 കൊടുക്കണം. അത് ഇച്ചിരി പാടായിട്ട് തോന്നും മക്കളെ. തന്നെ ഒന്ന് ചെയ്യണം. ഇത് കണ്ടിട്ട് തന്നെ ചെയ്ത് പഠിക്കണം. എന്നിട്ട് ഇത് പഠിക്കുവാണെങ്കിൽ ഞാൻ ഇനി എക്സസൈസ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ഒന്നും നോക്കാതെ നേരിട്ട് നിങ്ങൾ ആൻസർ ചെയ്തു. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.